എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 60-ാം ഭാഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ നമുക്ക് കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഓർഫനേജിൻ്റെ അടുത്ത് തന്നെ ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്. അനാഥരും രോഗികളും സമൂഹത്തിന് വേണ്ടാത്തവരുമായ കുറേ അധികം പേർ അവിടെ താമസമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പുനരധിവാസ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരനും അവരുടെ കുറച്ച് ബന്ധുക്കളും പിന്നെ അവിടുത്തെ അന്തേവാസികളും കൂടിയാണ്. അവിടേക്ക് മറ്റുള്ളവരുടെയും സഹായം ആവശ്യമുണ്ട്. ആളുകളെ കൊണ്ടുള്ള സഹായവും സമ്പത്തിനെ കൊണ്ടുള്ള സഹായവും അവിടേക്ക് വേണം. ഇടവകയിലെ ആളുകളും വൈദികരും ഒഴിവുള്ള സമയങ്ങളിലെല്ലാം അവിടെ പോവുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഒഴിവുള്ള സമയത്ത് അനുവും സ്നേഹയും അവരുടെ ഒപ്പമുള്ള മറ്റു കുട്ടികളും സിസ്റ്ററോടൊപ്പം പുനരധിവാസ കേന്ദ്രത്തിൽ പോകാറുണ്ട്. അവിടെയുള്ള അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും ഒക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. പ്രധാനമായും അവർ പോവുക വനിതകളുടെ താമസ സ്ഥലത്തേക്കാണ്. ചിലർക്കൊന്നും എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്തവരാണ്. ചിലരൊക്കെ കുളിച്ചിട്ട് ദിവസങ്ങളോളമായിട്ടുണ്ടാവും. അവരെയൊക്കെ കുളിപ്പിക്കുകയും പ്രാഥമിക കർമ്മങ്ങൾക്ക് സഹായിക്കുകയും ഒക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക മനസ്ഥിതി ഉണ്ടാവണം. അത് എല്ലാവർക്കുമൊന്നും ഉണ്ടാവുകയുമില്ല. എന്നാൽ അനുവിനെ സംബന്ധിച്ചിടത്തോളം ആ വക കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പോയപ്പോഴാണ് ഒരു ദിവസം നല്ല മുഖശ്രീയുള്ള ഒരു വല്യമ്മച്ചിയെ അവിടെ കണ്ടത്. വല്യമ്മച്ചിക്കും എന്തുകൊണ്ടോ അനുവിനെ വല്ലാതെ ഇഷ്ടമായി. ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഊണുകൂടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ നിന്നും പോകാൻ സമ്മതിക്കൂ. ഊണ് റെഡിയാകാൻ ഒരു അരമണിക്കൂറിൻ്റെ താമസമുണ്ട്. ആ സമയത്ത് അനു വല്യമ്മച്ചിയുടെ അടുത്ത് പോയിരുന്നു. വല്യമ്മച്ചിയെ ഞാൻ എങ്ങനെയാണ് വിളിക്കേണ്ടത്? പേരെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇനി വല്യമ്മച്ചി എന്ന് തന്നെ വിളിച്ചാൽ മതിയെങ്കിൽ എനിക്കും സന്തോഷം അത് തന്നെയാണ്. തന്നെ വല്യമ്മച്ചി എന്ന് വിളിക്കേണ്ടവരെല്ലാവരും കൂടിയാണ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് അകലങ്ങളിലേക്ക് പോയത്. ഇപ്പോൾ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് തൻ്റെ കൊച്ചുമകളെ പോലൊരു സുന്ദരിക്കുട്ടിയാണ്. അവൾ തൊട്ടടുത്ത് വന്നിരുന്ന് അങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഏത് വല്യമ്മച്ചിക്കാണ് അത് വേണ്ട എന്ന് പറയാൻ തോന്നുക? അങ്ങനെ തന്നെയാണ് അവരും പ്രതികരിച്ചത്. എൻ്റെ പേരും കാര്യങ്ങളുമെല്ലാം ഞാൻ പറയാം. എന്നാലും എന്നെ നീ വല്യമ്മച്ചി എന്ന് മാത്രമേ വിളിക്കാവൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിളിയാണത്. പക്ഷേ എന്നെ അങ്ങനെ വിളിക്കേണ്ടവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ടാണ് നീ ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടല്ല കേട്ടോ. അനുവിനെ പിടിച്ച് ചേർത്തിരുത്തി നെറ്റിയിലൊരു ചുംബനം കൂടി കൊടുത്തിട്ട് വല്യമ്മച്ചി തൻ്റെ പേരും കഥയും പറഞ്ഞു തുടങ്ങി. എൻ്റെ പേര് ലീലാമ്മ എന്നാണ്. വീട്ടുപേര് ആനിമൂട്ടിൽ. ഭർത്താവിൻ്റെ പേര് ജോസെന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചാണ് മരിച്ചത്. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും. അടക്കിന് കൂടിയിട്ടും ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഇവിടെ മരിച്ച ജോസിയേട്ടൻ്റെ മക്കളെല്ലാം അമേരിക്കയിലാണെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് എന്നുമാണ് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇനി ആ ജോസിയേട്ടൻ്റെ ഭാര്യയാണോ ഈ സുന്ദരി വല്യമ്മച്ചി? ഞാൻ അറിഞ്ഞായിരുന്നു. അടക്കിന് കൂടുകയും ചെയ്തു. അതുതന്നെയാണോ അമ്മച്ചി പറയുന്ന ഈ ജോസ് പേരപ്പൻ? അത് തന്നെയാണ് മോളെ, എൻ്റെ ഭർത്താവായിരുന്ന ജോസിയേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിലേ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയതാണ്. കുറേ സ്ഥലം വിലയ്ക്ക് വാങ്ങിയതും ബാക്കി കുറേ വെട്ടിപ്പിടിച്ചതുമായി
20 ഏക്കറോളം സ്ഥലം ഞങ്ങൾ കൈവശം വെച്ചു. അതിലെല്ലാം റബ്ബറും കുരുമുളകുമായി കൃഷി ചെയ്യുകയും ചെയ്തു. പറമ്പിൽ നിന്ന് നല്ല വിളവുണ്ടാവുകയും വിളവുകൾക്ക് നല്ല വിലയുണ്ടാവുകയും ചെയ്തതോടെ ജോസ് അത്യാവശ്യം കാശുള്ള ജോസിയേട്ടനായി മാറി. ആവശ്യത്തിന് പറമ്പും വരുമാനവുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് എന്തിൻ്റെയാണാവോ ഒരു കുറവ്. എന്നിട്ടും ഇവർ വയ്യാതെയായപ്പോൾ ഈ പുനരധിവാസ കേന്ദ്രത്തിലാണല്ലോ വന്ന് താമസിച്ചത്. ആ കഥയായിരിക്കും വല്യമ്മച്ചി പറഞ്ഞു കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കാര്യമായി പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ചേട്ടൻ്റെ ഭയങ്കര നിർബന്ധമായിരുന്നു മക്കളെ എല്ലാവരെയും നല്ല നിലയിൽ പഠിപ്പിക്കണമെന്ന്. ഞങ്ങൾക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മൂത്ത മകൻ തോമസ് കുട്ടി എന്ന് ഞങ്ങൾ വിളിക്കുന്ന തോമസ്, അതിൻ്റെ ഇളയവൻ ഞങ്ങൾ ജോയിച്ചൻ എന്ന് വിളിക്കുന്ന ജോയി. അതിൻ്റെയും ഇളയതാണ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത്. അവളുടെ പേര് ഷേർലി. കുട്ടികളും കുടുംബവുമായി സന്തോഷകരമായ ജീവിതം നയിച്ചു വരികയായിരുന്നു ഞങ്ങൾ. ആ മക്കളെങ്കിലും ഭാഗ്യം ചെയ്തവരാണല്ലോ. അവർക്ക് മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞല്ലോ. തന്നെപ്പോലെയും സ്നേഹയെപ്പോലെയും നിർഭാഗ്യവതികളായില്ലല്ലോ. എന്നാലും ബാക്കി കഥ കൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു അനുവിന്. ഇനിയിപ്പോൾ സമയമുണ്ടാവുമോ ആവോ. മക്കൾ 3 പേരും പഠിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കരായിരുന്നു. അവരുടെ ഓരോ വർഷത്തെയും പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ ഞങ്ങൾ അഭിമാനപുളകിതരായിട്ടുണ്ട്. കർത്താവിൻ്റെ മുൻപിൽ പോയി നിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ലീലാമ്മ ചേടത്തിക്ക് സംഭവങ്ങളൊക്കെ ഓർത്തപ്പോൾ അല്പം വിഷമം വന്നു എന്ന് തോന്നുന്നു. ഇടയ്ക്ക് അല്പസമയത്തേക്ക് നിർത്തി, എന്നിട്ട് കണ്ണു തുടച്ചു. അതിനുശേഷം വീണ്ടും പറഞ്ഞു തുടങ്ങി. തോമസ് കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞ് ഉപരിപഠനത്തിനായി അമേരിക്കയിലെ ഒരു കോളേജിൽ സൗകര്യം ലഭിച്ചത് പ്രാർത്ഥനയുടെയും അവിടെയുള്ള സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ്. അവന് പോകാൻ വേണ്ടിയുള്ള ചിലവിനായി കുറച്ച് സ്ഥലം വിൽക്കേണ്ടി വന്നു. എന്നാലും സാരമില്ലല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവർക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. കഥകൾ ഇങ്ങനെ ഓർത്ത് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വിഷമം കൊണ്ടാണോ അതോ ഇനി പ്രായാധിക്യത്തിൻ്റേതാണോ എന്നറിയില്ല. ലീലാമ്മ ചേടത്തിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്. അനു ചേടത്തിയുടെ പുറത്ത് ചെറുതായി തലോടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരൊരു ആശ്വാസം അനുഭവിക്കുന്നതായി തോന്നുന്നുണ്ടായിരുന്നു. തോമസ് കുട്ടിക്ക് അമേരിക്കയിൽ ചെന്ന് പഠനത്തിനോടൊപ്പം തന്നെ ഒരു ജോലിയും കൂടി കിട്ടി. അതുകൊണ്ട് അവന് ആവശ്യത്തിലധികമുള്ള വരുമാനം അവിടെ നിന്നും തന്നെ ലഭിച്ചു തുടങ്ങി. അവൻ പിന്നീട് തിരിച്ചു വന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. അന്നവൻ തിരിച്ചുപോയ കൂട്ടത്തിൽ ജോയിച്ചനെയും കൂടി കൊണ്ടുപോയി. അപ്പോൾ വീട്ടിൽ ആകപ്പാടെ ഏറ്റവും ഇളയ മകളായ ഷേർലി മാത്രമേ കാണൂ. എന്നാലും അവൾ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. ഷേർലി പഠനത്തിനായി തന്നെയാണ് അമേരിക്കയിലേക്ക് പോയത്. ബാക്കിയുള്ളവരൊക്കെ പോയത് പഠനത്തിനും ജോലിക്കും കൂടിയാണെങ്കിൽ ഷേർലി പഠനത്തിന് തന്നെയായിട്ടാണ് അമേരിക്കയ്ക്ക് പോയത്. അതോടെ ഞങ്ങൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. അതായത് ജീവിതം തുടങ്ങിയപ്പോഴും ഞങ്ങൾ 2 പേരും മാത്രമുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ 2 പേരും മാത്രമുള്ള കുടുംബമാണ്. മക്കളും മക്കളുടെ ഒച്ചപ്പാടും എല്ലാം ഉണ്ടായിരുന്ന കുടുംബത്തിൽ വെറും 2 പേരും മാത്രം താമസിക്കുമ്പോൾ ആകെ ഒരു വിരസതയാണ് അനുഭവപ്പെടുക. അതാണ് ജോസ് ചേട്ടനും ലീലാമ്മ ചേട്ടത്തിക്കും അനുഭവിക്കേണ്ടി വന്നത്. അവരുടെ സമാധാനത്തിന് ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം അവർ വിളിക്കും. ആദ്യം അത് ആഴ്ചയിലൊരിക്കലായിരുന്നെങ്കിൽ പിന്നീട് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലായി മാറി. ഇതിനിടയിൽ മൂത്ത മകൻ തോമസ് കുട്ടി അമേരിക്കയിൽ നിന്ന് തന്നെ ലൗലിയെ കണ്ടെത്തി. അവളെ തന്നെ ഭാര്യയായി മതി എന്നവൻ വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് നാട്ടിൽ വെച്ച് തോമസ് കുട്ടിയുടെയും ലൗലിയുടെയും വിവാഹം നടത്തി കൊടുത്തു. അന്നവർ പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല.
ഇപ്രാവശ്യം ലീലാമ്മച്ചി തേങ്ങി കരയുക തന്നെ ചെയ്തു. അനു അമ്മച്ചിയുടെ മുഖം തോളിലേക്ക് താങ്ങി പുറത്ത് ആശ്വസിപ്പിച്ചതോടൊപ്പം പറയുകയും ചെയ്തു, അമ്മച്ചി കരയാൻ വേണ്ടിയാണെങ്കിൽ ഒരു കഥയും എനിക്ക് കേൾക്കണ്ട. കഥ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മച്ചിയുടെ ചിരിക്കുന്ന മുഖം കാണാനാണ് ഞാൻ ഈ അടുത്തിരിക്കുന്നത്. പക്ഷേ ലീലാമ്മച്ചി ഉണ്ടോ കഥ നിർത്തുന്നു? മുൻപേ ഗമിക്കുന്ന പശുവിൻ്റെ പിന്നാലെ ബാക്കി പശുക്കളും പോകും എന്നാണല്ലോ പ്രമാണം. തൻ്റെ മക്കളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ജോയിയും ഷേർലിയും അമേരിക്കയിൽ ജോലിയുള്ള മലയാളികളായ ഇണകളെ തന്നെ കണ്ടെത്തി. ബാക്കിയുള്ളവരുടെ വിവാഹം അമേരിക്കയിൽ വച്ചാണ് നടത്തിയത്. എന്നിട്ട് ഫോട്ടോ അപ്പനും അമ്മയ്ക്കും അയച്ചു തന്നു. ഇത്രയുമൊക്കെയായിട്ടും ജോസിയേട്ടൻ യാതൊന്നും പറഞ്ഞില്ലേ? പിള്ളേരോട് എതിർപ്പൊന്നും പറഞ്ഞില്ലായിരുന്നോ? അതോ ജോസിയേട്ടനും അത് താല്പര്യമായിരുന്നോ? ഇച്ചായന് താല്പര്യമില്ലായിരുന്നു. ഇവിടെ വെച്ച് കല്യാണം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഷേർലിക്ക് ചെറുക്കനെ വരെ കണ്ടുവച്ചിരുന്നു. എന്നാ കാര്യം? അവൾക്കിഷ്ടപ്പെട്ട ഒരുത്തനെ കല്യാണം കഴിച്ചു. കാണാൻ കൊള്ളാവുന്നവനാണ് കേട്ടോ. ഇത്ര സുന്ദരിയായ അമ്മച്ചിയുടെ സുന്ദരിയായ മകൾ എന്തായാലും അവൾക്ക് പറ്റിയ ഒരാളെ അല്ലാതെ കണ്ടുപിടിക്കുമോ? എന്തു തന്നെയാണെങ്കിലും മക്കൾ അവർക്കിഷ്ടപ്പെട്ട ആളുകളെയല്ലേ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് അതിൽ ദുഃഖിക്കാനൊന്നുമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് കൊച്ചു പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വിഷമമൊന്നുമില്ല. എന്നാലും കൊച്ചുമക്കൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സഹിക്കാൻ മേലാതായത്. ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അവളുമാർ പറഞ്ഞത് കൊച്ചുമക്കളെ കാണാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് ചെല്ലാനാണ്. ടിക്കറ്റ് എടുത്ത് അയച്ചു തരാൻ പോലും. എയർപോർട്ടിൽ കാത്തു നിൽക്കുകയും ചെയ്യാം എന്ന്. അങ്ങനെയാണ് ജോസി ചേട്ടനും ലീലാമ്മ ചേട്ടത്തിയും അമേരിക്കയ്ക്ക് പോയത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണം വിളമ്പാനുള്ള സമയമായി. അതുകൊണ്ട് ബാക്കി കഥ പറയൽ അവിടെ നിന്നുപോയി. അനു ആ അമ്മച്ചിക്ക് ഉമ്മ കൊടുത്തിട്ട് എഴുന്നേൽക്കുമ്പോൾ ലീലാമ്മ ചേട്ടത്തി പറഞ്ഞു, അനുമോളെ, ഇനിയും വരണേ. ഇതുപോലിരുന്ന് അമ്മച്ചിയുടെ ബാക്കി കഥ കേൾക്കണ്ടേ? ഇത്രയും സമയം കൂടി പറഞ്ഞാലൊന്നും തീരില്ല. അത്രയും കഥയുണ്ട്. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ. വരണം കേട്ടോ. സമ്മതം മൂളിയിട്ട് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അനു ഒന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ നേരെ തന്നെ നോക്കിയിരിക്കുന്നു ലീലാമ്മച്ചി. തന്നെ മകളായി തന്നെ കണക്കാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്തേക്കണേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് തന്നെ.